അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, അറഫ ദിവസമാണല്ലോ. അറഫയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് സിമ്പിളായി പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം, അറഫ എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം. അത് വരാനുള്ള കാരണം, ആദം നബി അലൈഹിസ്സലാമിനെയും നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ചു. അവർ രണ്ടുപേരും ഇറങ്ങിയത് ഒരാൾ ജിദ്ദയിലും ഒരാൾ ആദം നബി ഇന്ത്യയിലുമാണ്. അവർ രണ്ടുപേരും കണ്ടുമുട്ടിയ സ്ഥലം അത് അറഫ എന്ന് അറഫ മൈതാനമുള്ള അവിടെയാണ്. അതുകൊണ്ടാണ് അറഫ എന്ന പേര് വരാൻ കാരണമെന്ന് മഹത്തുക്കൾ പറയുന്നു. രണ്ടാമത്തെ ഒന്ന്, വളരെ പ്രധാനമായി എല്ലാ രാജ്യത്തും അറഫ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാത് രാജ്യത്ത് അതാത് അവൻ നിൽക്കുന്ന സ്ഥലത്ത് ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് അറഫ. അല്ലാതെ മക്കത്ത് അറഫ നടക്കുമ്പോൾ തന്നെ നമ്മളും അറഫയുടെ അനുബന്ധമായ കർമ്മങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നോമ്പ് നോൽക്കണം എന്നുള്ളത് അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അങ്ങനെ വാദിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, മണിക്കൂറുകൾ എത്രയോ മണിക്കൂറുകൾ വിട്ടിട്ടാണ് പല രാജ്യത്തും അന്റാർട്ടിക്കയിലും അല്ലാതെയും ഒക്കെ പല പല സ്ഥലങ്ങളിലേക്കും നോക്കൂ, കാനഡ, അമേരിക്ക, പല സ്ഥലങ്ങളിലും എത്രയോ മണിക്കൂറുകൾ വിട്ടിട്ടായിരിക്കും. അപ്പോഴേക്ക് അവിടെ പകലാകുമ്പോഴേക്ക്, അറഫയുടെ പകലാകുമ്പോഴേക്ക് ഇവിടെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അത് ഒരിക്കലും പോസിബിളുമല്ല. ഇസ്ലാം അങ്ങനെയുമല്ല പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു ശ്രേഷ്ഠത, പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അത് അറഫയുടെ പകലാണെന്നാണ്. രാത്രി അങ്ങനെയല്ല, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് അറഫയുടെ പകലാണ്. അപ്പൊ ആ പകല് നമുക്ക് വരുമ്പോൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത്തെ ഒന്ന്, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഖുർആനിലുള്ള ഒരു ആയത്ത് അത് ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ ഞങ്ങളന്ന് പെരുന്നാളാക്കുമായിരുന്നു എന്ന്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അതേതാണ് ആയത്ത്? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ജൂതനായ മനുഷ്യൻ പറയുന്നത്, ആ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന ആയത്താണ്. അപ്പൊ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്കത് ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും അറഫയിൽ ഒരുമിച്ച് കൂടി ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹുവിന്റെ റസൂൽ ദീന് പൂർത്തിയാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് നിഅമത്ത് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയപ്പെട്ട ആ ദിവസത്തെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. അറഫയുടെ ദിവസത്തിന് അത്ര പുണ്യമുണ്ട്. അഞ്ചാമത്തെ കാര്യം, അറഫ ദിവസം ദുആക്ക് ഉത്തരമുള്ള ദിവസമാണ്. ഏതൊരാളുടെ ദുആയും സ്വീകരിക്കപ്പെടുന്ന ദിവസമാണ് എന്നാണ് പറയുന്നത്. മുത്തുനബി തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ദുആഇ യൗമ അറഫ, അറഫയിലെ ദിവസത്തിലെ ദുആ അത് സ്വീകരിക്കപ്പെടുന്ന ദുആ ആണ്. നോക്കൂ, നിങ്ങൾ അന്നത്തെ ദിവസത്തിൽ ഒരുപാട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് ചോദിക്കുക. മുത്തുനബിയുടെ മറ്റൊരു ഹദീസിലുണ്ട്, ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും നരകമോചനം കൊടുക്കാൻ കാരണമാവുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് അറഫയുടെ ദിവസം എന്ന്. നമുക്ക് ഈ അറഫ വരുമ്പോൾ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നമുക്ക് നാളെ ആഖിറ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമായി. ആറാമത്തെ കാര്യം, അറഫ ദിവസത്തിലെ നോമ്പ് അത് വല്ലാത്ത അപാരമായ അസാധ്യമായ പ്രതിഫലമുള്ള ഒരു നോമ്പാണ്. ആ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയത് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. 2 വർഷത്തെ ചെറുപാപങ്ങളാണ്. അവിടെ ചെറുപാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ ഇതൊരു കാരണമാകുമെങ്കിൽ നമുക്ക് അന്നത്തെ നോമ്പിന് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, അത് നമുക്ക് നോൽക്കാൻ കഴിയണം. അതേപോലെ തന്നെ മഹാന്മാർ ഫുഖഹാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, 8ന്റെ അന്ന് കൂടി ദുൽഹിജ്ജ 8നും 9നും നോൽക്കുക എന്നുള്ളത് അത് വലിയ പുണ്യമാണ് എന്ന്. അതേപോലെ തന്നെ ഇനി അടുത്തത് 7ാമത്തെ കാര്യം, അറഫ ദിവസത്തിൽ ഹാജിയായ ആൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് അന്നത്തെ ദിവസം നോമ്പ് സുന്നത്തില്ല. അവർ നോമ്പ് നോൽക്കാതിരിക്കുകയാണ് വേണ്ടത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് ദുആഇൽ ശക്തി കിട്ടാനാണ്. അല്ലാതെ ശരീരമൊക്കെ ക്ഷയിച്ച് ആ ഒരു രൂപത്തിലാവാതെ നല്ല ആവേശത്തിൽ നല്ല ഉഷാറോടുകൂടി ശക്തിയോടുകൂടി ആ നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ടാണ്, ആ ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോമ്പിന് അല്ലാഹു സുന്നത്തില്ലാതെ നിങ്ങൾ നോമ്പ് നോൽക്കണ്ട, എന്നാൽ ഹജ്ജിന് വരാത്ത അറഫയിൽ നിൽക്കാത്ത ആളുകൾക്ക് നോമ്പ് നോൽക്കട്ടെ എന്നുകൂടി പ്രത്യേകമായി പറഞ്ഞത്. അതേപോലെ തന്നെ അന്നത്തെ ഏറ്റവും പുണ്യമായ
ഒൻപതാമത്തെ അന്നത്തെ ഏറ്റവും പുണ്യമായ ഒരു ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് തക്ബീർ ചൊല്ലലാണ്. ആ തക്ബീർ തുടങ്ങേണ്ടത് നമ്മൾ സാധാരണ പെരുന്നാൾക്കൊക്കെ ചൊല്ലുന്ന അതേ തക്ബീർ. ആ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ദുൽഹിജ്ജയുടെ 9 സുബ്ഹി മുതൽ ആ തക്ബീർ ചൊല്ലാൻ തുടങ്ങണം. അയ്യാമുൽ തശ്രീഖിന്റെ ദിവസത്തെ അവസാനത്തെ ദിവസത്തെ അസർ വരെയാണ് ആ തക്ബീറിന്റെ സമയം. അപ്പോൾ നമുക്കൊക്കെ ഈ ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. അന്ന് ആ സമയം മുതൽ നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ തക്ബീർ ചൊല്ലേണ്ടത് നിസ്കാരത്തിന് ശേഷമാണ്. ആ തക്ബീർ പ്രധാനമായും ഈ ദുൽഹിജ്ജ 9 അറഫയുടെ അന്നത്തെ സുബ്ഹിയുടെ ആ തക്ബീർ തുടങ്ങേണ്ടത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക.